പ്രയത്നത്തെ ഞാൻ എപ്പോഴും ഓർമ്മിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്കറിയാം അരിയിൽ അബ്ദുൽ ഷക്കൂർ എന്ന് പറയും. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുക്കൂർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഈ നാട്ടിനെ സംസ്കരിച്ചിട്ടില്ല. ഈ നാടിനെന്താണോ പോരായ്മകൾ, ആ പോരായ്മകളെ നികത്തിക്കൊണ്ട് ഒരു നല്ല സമൂഹത്തെ, നേരത്തെ പറഞ്ഞതുപോലെ IPS-കാരനും IAS-കാരനും ഈ അരിയിൽ നിന്ന് വളർന്നു വരുന്ന ഒരു നല്ല സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. SSLC-യുടെ റിസൾട്ട് വരുമ്പോ അഹമ്മദിനെയും മുഹമ്മദിനെയും കാണാൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്നവർ ഇന്നലെ നമുക്കുണ്ടായില്ല. ഇന്ന് മെഡിക്കൽ എൻട്രൻസിന്റെ റിസൾട്ട് വരുമ്പോ, എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് വരുമ്പോ നമ്മളൊക്കെ 1ാം റാങ്കിലേക്ക് അഹമ്മദിനെയും മുഹമ്മദിനെയും കാണാൻ നമുക്ക് കഴിയുന്നത് ഒരുപാട് ശുക്കൂറുമാരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഗ്രാമങ്ങളിൽ നടന്നതുകൊണ്ടാണ്. MSF-ന്റെ കൊടി പിടിച്ച് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികപരമായ ഇടപെടലുകൾ നടത്തിയിട്ട് ഒരുപാട് ശുക്കൂറുമാരുടെ അഹോരാത്രമായ പ്രയത്നത്തിന്റെ ഫലമാണ് 10-20 വർഷങ്ങൾക്ക് മുന്നേ നമുക്കുണ്ടായ ഒരു മാറ്റം. ആ മാറ്റത്തിന്റെ നിതാന്തമായി നിന്നത്. അതുകൊണ്ട് ആ സാമൂഹിക ബോധം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. ആ സാമൂഹിക ബോധമുള്ളവനാകുമ്പോൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയൽവാസിയെ കുറിച്ച് പഠിക്കുക. നമ്മുടെ വിശ്വാസപരമായ തന്നെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് തിന്നുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് പറയുന്ന സാമൂഹിക ബോധം തന്നെയാണ് MSF സമൂഹത്തോട് ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് MSF-നെ സംബന്ധിച്ചിടത്തോളം അരിയിൽ അബ്ദുൽ ഷക്കൂർ നമുക്ക് എപ്പോഴും ഒരു മാതൃകയാണ്. MSF-കാരനെ സംബന്ധിച്ചിടത്തോളം M എന്ന് പറയുന്നതിനെ ഞങ്ങളൊക്കെ ക്യാമ്പസിൽ വിളിക്കാറുള്ളത് M for മൊറാലിറ്റി എന്ന ധാർമ്മികതയാണ്. MSF എന്ന് പറയുന്നത് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം M for മൊറാലിറ്റി, ധാർമ്മികതയെ മാറ്റി നിർത്തിക്കൊണ്ട് MSF-ന് ഒരു ഐഡന്റിറ്റി ഇല്ല. ധാർമ്മിക ബോധമുള്ളവനായി. ധാർമ്മിക ബോധം എന്നതുകൊണ്ട് MSF ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത് നല്ലൊരു മുസൽമാനാവുക, M for മൊറാലിറ്റി, നല്ല ധാർമ്മിക ബോധമുള്ളവനാവുക എന്ന് പറയുന്നത് നല്ലൊരു വിശ്വാസിയാവുക, നല്ലൊരു മുസൽമാനാവുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ആ നല്ല നവസമൂഹത്തിന് ധീരമായ കാൽവെപ്പ് എന്ന ആശയത്തിൽ അധിഷ്ഠിതമായി തോന്നി. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് നമ്മുടെ സമൂഹം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ സമൂഹത്തിന് നൽകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ കൂടിച്ചേരലുകൾ കൊണ്ട് തന്നെ അർത്ഥമുണ്ടാകും. അതുകൊണ്ട് പുതിയ രാഷ്ട്രീയ വ്യവസ്ഥിതിയൊക്കെ നമുക്കറിയാം. അരിയിൽ അബ്ദുൽ ഷക്കൂറിനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം നമുക്കറിയാം ഈ പുഴയുടെ അക്കരയിൽ കീഴറ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെ CPI എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയായ CPIക്ക് പോലും കൊടികുത്താൻ അവകാശമില്ലാത്ത ഒരു പാർട്ടി ഗ്രാമമാണ് ആ പ്രദേശം. നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി ഗ്രാമം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കീഴറയിൽ അബ്ദുൽ ഷക്കൂറിനോട് ഇവർ കാണിച്ച കൊടും ക്രൂരത. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ഒരു പാടത്തൊട്ട് ആ ചെറുപ്പക്കാരനെ എല്ലാവരും കൂടി വെട്ടിക്കൊല്ലുമ്പോ ഒരു അമ്മയുടെ പ്രായമുള്ള ഒരു സഹോദരിയും പറഞ്ഞില്ല ആ മകനെ കൊല്ലരുത് എന്ന്. ഒരു സഹോദരനും പറഞ്ഞില്ല ആ കൊച്ചു അനുജനെ കൊല്ലരുത് എന്ന്. ആരും പറഞ്ഞില്ല. എല്ലാവരും ഒരു 7th ഫുട്ബോൾ ടൂർണമെന്റ് കാണുന്ന ലാഘവത്തോടുകൂടി കണ്ടു. കാരണം എന്താ? അതൊരു പാർട്ടി ഗ്രാമമാണ്. അതിന്റെ അപ്പുറം അവിടെ നിന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ആ പാർട്ടി ഗ്രാമ സിദ്ധാന്തങ്ങളിലേക്ക് എപ്പോഴാ ഇന്നലെ ദേശാഭിമാനിയിൽ കണ്ടു അരിയിൽ ലീഗ് എന്ന് പറയുന്ന ഇതൊന്ന് ആലോചിക്കേണ്ടത്. അരിയിൽ പ്രദേശത്ത് 10 ലീഗുകാർ കൂടുതലുണ്ടായി എന്ന് കരുതിയിട്ട് ഒരു രാഷ്ട്രീയക്കാരനും വേവലാതിപ്പെടേണ്ടതില്ല. കാരണം ശക്തിയുള്ളവന്റെ സഹിഷ്ണുത കാണണമെങ്കിൽ അരിയിലേക്ക് വരും. എന്തിനേറെ പറയുന്നു, എന്താ P. ജയരാജൻ ഷക്കൂറിനെ കൊന്നതിന്റെ പിൻബലത്തിൽ പറഞ്ഞത്? ഞങ്ങൾ ആ ലീഗിനെ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഒരു ലീഗുകാരനും ഒരു കോൺഗ്രസുകാരനും ഒരു ജനതാ പാർട്ടിക്കാരനും റോഡിലൂടെ ഇറങ്ങി നടക്കണമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ തീരുമാനിക്കണമെന്ന P. ജയരാജൻ അഴീക്കോടൻ സെന്ററിൽ 7 തവണ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്താണല്ലോ ജയരാജ ഈ വിടുവായി? എന്താ ഇത്രമാത്രം ഗാംഭീര്യം? എന്താണ് ഇത്ര മാടമ്പിത്തരം? ഞാൻ ചോദിക്കട്ടെ, എന്താ ഈ ജില്ലയുടെ നിങ്ങളുടെ മേൽക്കോയ്മ? 11 നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ 6 നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാനുള്ള പിൻബലമേ നിങ്ങൾക്കുള്ളൂ. അവിടെയും 5 നിയോജക മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാനുള്ള രാഷ്ട്രീയ പിൻബലം ഐക്യജനാധിപത്യ മുന്നണിക്കുണ്ട്. ലീഗും കോൺഗ്രസും അണിനിരക്കുന്ന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഒരു വോട്ടിന്റെ പിൻബലത്തിലാണ് ഈ മാടമ്പിത്തരം. എന്താ പറഞ്ഞത്? റോഡിലൂടെ ഇറങ്ങി നടക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഒരു ലീഗുകാരൻ റോഡിലൂടെ ഇറങ്ങി നടക്കില്ല എന്നാ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്കുമുണ്ട് അങ്ങനെ ഒരു ജില്ല മലപ്പുറം എന്ന അതിന്റെ പേര്. 12 നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ 12 നിയോജക മണ്ഡലങ്ങളിലും ജയിച്ചു കയറാൻ ശക്തിയുള്ള ഒരു ജില്ല ഞങ്ങൾക്കുണ്ടോ? അവിടെ പാണക്കാട്
തങ്ങൾ പറഞ്ഞ ഡിവൈഎഫ്ഐക്കാരനും എസ്എഫ്ഐക്കാരനും ട്രൗസറിൽ മുള്ളണമെങ്കിൽ ഞങ്ങളെ കുട്ടികൾ സമ്മതിക്കണം. പക്ഷെ അതല്ല സഹിഷ്ണുതയുടെ രാഷ്ട്രീയം, അതല്ലടോ സഹവർത്തിത്വത്തിന്റെ രാഷ്ട്രീയം, അതല്ല സഹിഷ്ണുതയുടെ രാഷ്ട്രീയം. സഹിഷ്ണുതയുടെ രാഷ്ട്രീയം നിങ്ങൾക്ക് കാണണമോ? 10 പേര് ഇൻകുലാബ് വിളിക്കാൻ ഈ ചെങ്കൊടിക്ക് പിന്നിൽ നിൽക്കുന്നു എന്നല്ലേ ഈ കണ്ണൂർ ജില്ലയുടെ ശാപം. ഈ മലപ്പുറം കടന്നു പോകണം. പാണക്കാട് കൊട്ടപ്പനക്കൽ തറവാട് എന്ന് പറയുന്നത് തറവാടുണ്ട് അവിടെ. പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ പി ജയരാജനെ ഒരു ദിവസം പോകണം. ആ പാണക്കാട് കൊട്ടപ്പനക്കൽ തറവാട്ടിന്റെ തൊട്ടുമുന്നിലുള്ള പാണക്കാട് റോഡിലേക്ക് ഇറങ്ങിയാൽ ആ റോഡിന്റെ നേരെ അപ്പുറത്ത് ഇതുപോലെയുള്ള ഒരു പഴയ ബിൽഡിംഗ് കാണാം. താഴെ ലീഗിന്റെ ഗീതങ്ങളടങ്ങുന്ന കേസറ്റ് വിളിക്കുന്ന ഒരു കടയാണ്. അതിന്റെ മുന്നിൽ മച്ചിട്ട മുകളിൽ ചുവപ്പ് പ്രതലത്തിൽ വെള്ള മഷിയിൽ എഴുതി വെച്ചിട്ട് കാണാം സഖാവേ പാണക്കാട് CPM ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ്. അതാരും പൊളിക്കാൻ പോവാറില്ല. പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ മുന്നിലായതുകൊണ്ട് ഒരു ലീഗുകാരനും അതിന് കല്ലെറിയാൻ പോവാറില്ല. ആ ബോർഡ് നശിപ്പിക്കാൻ ആരും പോവാറില്ല. കാരണം അത് സഹിഷ്ണുതയുടെ രാഷ്ട്രീയമാണ്, അത് സഹവർത്തിത്വത്തിന്റെ രാഷ്ട്രീയമാണ്, അത് സാഹോദര്യത്തിന്റെ രാഷ്ട്രീയമാണ്. 10 പേര് കൂടുതലുണ്ടെന്ന് കരുതി നേരത്തെ MM മണി പറഞ്ഞതുപോലെ വെടിവെച്ചും തല്ലിയും കുത്തിയും കൊല്ലുന്ന പാരമ്പര്യം ലീഗിനില്ല. അതുകൊണ്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. എന്താ പി ജയരാജന്റെ ക്വാളിഫിക്കേഷൻ എന്നറിയുമോ നിങ്ങൾക്ക്? കൂത്തുപറമ്പ് കൂത്തുപറമ്പ് ഏരിയയിൽ CPM-ന്റെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് അവിടെ ഏറ്റവും കൂടുതൽ RSSകാർ കൊല ചെയ്യപ്പെട്ടത്. നമുക്കൊക്കെ അറിയാം. ആ രാഷ്ട്രീയ ചരിത്രമൊന്നും നിങ്ങൾ ആരോടും ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. പി ജയരാജൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ RSSകാരെ ആ പ്രദേശങ്ങളിൽ കൊന്നു തള്ളിയത്. അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് പിണറായി വിജയൻ ആ കൂത്തുപറമ്പ് നിയോജക മണ്ഡലം പി ജയരാജന്റെ കൈവെള്ളയിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് അവിടെ MLA ആയി വാഴിക്കപ്പെടുന്നത്. അതിനുശേഷം എന്താ നടന്നത്? RSSകാർക്ക് പോലും മനസ്സിലായി. അരിയിൽ വന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയത് വല്ലാത്തൊരു കോലാഹലമുണ്ടല്ലോ. കൂത്തുപറമ്പ് ഏരിയയിലെ RSSകാർ തീരുമാനിച്ചത് ഒരുപാട് കോഴികളെ കൊന്നു തിന്നതിനേക്കാൾ നല്ലത് ഒരു കുറുക്കനെ തിന്നാ മതി എന്ന് അവർ തീരുമാനിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഒരു ഓണത്തിന്റെ ദിവസം ഒരുപാട് കോഴികളെ തിന്നുന്നത് കാര്യമില്ല, ഒരു കുറുക്കനെ തിന്നാ മതി എന്ന് RSS തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കയറി പോയിട്ട് കൊത്തി എന്നിട്ട് കടന്നുപോയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് CPM-ന് ശക്തിയുണ്ട് എന്നതിന്റെ അപ്പുറം ഒരുപാട് സാധ്യതകളുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അധ്വാനശീലം കൊണ്ട് മണ്ണ് പൊന്നാക്കി മാറ്റിയ ഒരുപാട് കർഷക മക്കളുടെ ചരിത്രമുറങ്ങുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. അറബിക്കടലിന്റെ അലമാലകൾ പുന്നാരം ചാർത്തുന്ന ഒരുപാട് കടലോരങ്ങൾ ആർത്തിറമ്പുന്ന പ്രകൃതി രമണീയമായ ഈ കണ്ണൂർ ജില്ല തെയ്യം തിറയുടെയും തോറ്റമ്പാട്ടിന്റെയും മറവനമുട്ടന്റെയും ഒപ്പനൈശലുകളുടെയും സാംസ്കാരിക തനിമ തൊട്ടുനിർത്തുന്ന കണ്ണൂർ ജില്ല. അറക്കലിന്റെയും ചിറക്കലിന്റെയും രാജകീയ പ്രൗഢിയെ തൊട്ടുനിർത്തുന്നതാണ് ഈ ജില്ല. ആ ജില്ലയാണോ നീ ഈ കാബാലിക രാഷ്ട്രീയത്തിന്റെ ജില്ലയാക്കി മാറ്റിയത്? ഈ സുന്ദരമായ ജില്ലയാണോ നീ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ജില്ലയാക്കി മാറ്റിയത്? ഈ ജില്ലയാണോ നീ താൻ വിളിക്കുന്ന മുദ്രാവാക്യം തന്റെ സഹോദരൻ ഏറ്റുവിളിക്കുന്നില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവന്റെ നെഞ്ചും കൂടിലേക്ക് കടാരത്തിറക്കുന്ന കാബാലിക രാഷ്ട്രീയത്തിന്റെ ജില്ലയാക്കി ഈ ജില്ലയെ മാറ്റിയത്? അതുകൊണ്ട് ഈ ജില്ലക്കൊരു ശാപം വേണം, ശാപമോക്ഷം വേണം. ഈ ജില്ല രക്ഷപ്പെടണം. ഈ ജില്ലക്കൊരു മാറ്റം വേണം. കേരളം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല മാത്രമല്ല. കേരളം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ല മാത്രമല്ല. നീ കൊന്ന് തിന്ന് എന്താ നേടിയത്? പി ജയരാജനൊക്കെ പറയുന്ന, പിണറായി വിജയൻ പറയുന്ന, അവസാനം MM മണി പറഞ്ഞയും കൊന്ന് തിന്നുക എന്ന് പറയുന്ന സംവിധാനമുണ്ടല്ലോ. കൊന്ന് തിന്ന് നിങ്ങളൊന്നും നേടിയിട്ടില്ല. അക്രമം കൊണ്ട് നിങ്ങളൊന്നും നേടിയിട്ടില്ല. ആരെയും കൊന്നത് കൊണ്ട് നിങ്ങളൊന്നും നേടിയിട്ടില്ല. അത് നിങ്ങൾ പഠിക്കണം. എന്താ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം? ഈ ഇരിക്കുന്ന പഴയ തലമുറയോട് ഈ വിദ്യാർത്ഥി ഒരു ചെറുപ്പക്കാരനെന്ന ഞാൻ പറയേണ്ട ആവശ്യമില്ല. 1947 സൂര്യരസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നമ്മൾ ഭാരതാംബക്ക് സ്വാതന്ത്ര്യം നേടിത്തരുമ്പോ ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പ്രഥമ പ്രധാനമന്ത്രിയായി കടന്നുപോയത് കോടീശ്വരനായ മോത്തിലാൽ നെഹ്റുവിന്റെ മകൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നുവെങ്കിൽ കണ്ണൂർ ജില്ലയിലെ സഖാവേ അതിന്റെ കൂടെ നീ പഠിക്കേണ്ട മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യമുണ്ട്. എന്താ അറിയുമോ? പണ്ഡിറ്റ് പ്രഥമ പ്രധാനമന്ത്രിയായി കടന്നു പോകുമ്പോ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ത്യയുടെ പ്രഥമ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നു സഖാവേ? ആരായിരുന്നു പിണറായി വിജയൻ? ആരായിരുന്നു പി ജയരാജ? ചരിത്രം പഠിക്കണം. ഇന്ത്യയുടെ പ്രഥമ പ്രതിപക്ഷ നേതാവ് കണ്ണൂർ ജില്ലക്കാരൻ മാവിലായിക്കാരനായ ഞാനും നിങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന സാക്ഷാൽ AKG ആയിരുന്നു. വളരുന്ന പാർട്ടിയായിരുന്നുവെങ്കിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ നിന്നിറങ്ങി